മധ്യപ്രദേശിലെ ജബൽപൂരിലാണ് 26 വയസ്സുള്ള മനോജ് തക്കൂർ താമസിക്കുന്നത്. ദിവസക്കൂലിക്കാരനായ മനോജ് തക്കൂർ തന്റെ കുടുംബത്തോടൊപ്പം അവിടെ താമസിച്ചു വരികയായിരുന്നു. 2024 ഒക്ടോബർ മാസം 30 രാവിലെ എപ്പോഴത്തെയും പോലെ ജോലിക്ക് പോയ മനോജ് തക്കൂർ വൈകുന്നേരം 7-8 മണിയായിട്ടും വീട്ടിലേക്ക് തിരികെ വന്നില്ല. ആ സമയം വീട്ടുകാർ അത് വലിയ കാര്യമാക്കിയില്ല. കാരണം അയാൾ നല്ല മദ്യപാനിയായിരുന്നു, ദിവസവും മദ്യപിക്കും. അതുകൊണ്ട് ഇന്നും മദ്യപിച്ച് താമസിച്ചായിരിക്കും വീട്ടിലേക്ക് വരിക എന്ന് കരുതി. പക്ഷെ രാത്രി 10 മണിയായിട്ട് കൂടിയും മനോജ് വീട്ടിൽ വന്നില്ല. ഈ സമയം കുടുംബം ഭയപ്പെടാൻ തുടങ്ങി. രാത്രി 11 മണിയായി. ഭയം വർദ്ധിക്കാൻ തുടങ്ങി. മനോജ് തക്കൂറിന്റെ അച്ഛൻ തന്റെ വണ്ടിയെടുത്ത് നേരെ മദ്യക്കടയിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ കട അടച്ചു മൂടിയിട്ടുണ്ട്. അവിടെ ആരും തന്നെ ഇല്ല. മകൻ ഇന്നിവിടെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ പോലും ചോദിക്കാൻ പോലും അവിടെ ആരുമില്ല. അതുകൊണ്ട് അദ്ദേഹം തിരികെ വീട്ടിലേക്ക് തന്നെ വന്നു. അയൽവാസികളോട് അന്വേഷിക്കാൻ തുടങ്ങി. മനോജിന്റെ സുഹൃത്തുക്കളോടും വിളിച്ചു ചോദിച്ചു. പക്ഷെ ആർക്കും അയാളെ കുറിച്ച് യാതൊരു വിവരവും അറിയില്ല. അന്നത്തെ ദിവസം മനോജിന്റെ സഹോദരി മകനായ 19 വയസ്സുള്ള ധരം സിംഗും അന്ന് അയാളുടെ കൂടെയായിരുന്നു ജോലിക്ക് പോയത്. നേരെ അവന്റെ വീട്ടിൽ ചെന്നും കാര്യം ചോദിച്ചു. അതിന് ധരം സിംഗ് പറഞ്ഞത്, ഞങ്ങൾ രാവിലെ ഒരുമിച്ചാണ് ജോലിക്ക് പോയത്. ജോലി അവസാനിച്ചു ഞങ്ങൾ ഒരുമിച്ച് മദ്യപിക്കാനും പോയി. സമയം ഏറെ വൈകിയതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് തിരികെ വന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. തുടർന്ന് കുടുംബവും അയൽവാസികളും എല്ലാവരും ചേർന്ന് ആ രാത്രി മുഴുവനും തിരഞ്ഞു. പക്ഷെ എവിടെയും അയാളെ കണ്ടെത്താൻ സാധിച്ചില്ല. 2024 ഒക്ടോബർ മാസം 31 അന്നത്തെ ദിവസം രാവിലെ 8-9 മണിയായിട്ടുണ്ടാകും. ജബൽപൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരുന്നു. ആ ഗ്രാമത്തിന്റെ പ്രാന്തപ്രദേശത്ത് പരുത്തിക്കാട്ടിൽ ഒരു ഡെഡ് ബോഡി കിടക്കുന്നു എന്ന വിവരമായിരുന്നു ലഭിച്ചത്. പോലീസ് ഉടൻ തന്നെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ 25-26 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവിന്റെ ശരീരം കിടക്കുന്നു. അയാളുടെ തലയിൽ ശക്തമായ മുറിവുണ്ടായിരുന്നു. കൂടാതെ ശരീരത്തിൽ പലയിടങ്ങളിൽ വെട്ടേറ്റ് രക്തം വാർന്നു കിടക്കുകയായിരുന്നു. അയാൾ മരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പോലീസ് ഫോറൻസിക് ടീമിനെ വിളിച്ചു. ആവശ്യമായ തെളിവുകൾ ശേഖരിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഈ കേസിനെ സഹായിക്കും വിധം യാതൊരു തെളിവും അവർക്ക് അവിടെ നിന്ന് ലഭിച്ചില്ല. ആ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനും അയച്ചു. അടുത്ത ചില മണിക്കൂറിൽ അതേ പോലീസ് സ്റ്റേഷനിലേക്ക് മനോജ് താക്കൂറിന്റെ മാതാപിതാക്കൾ വരുന്നു. മകനെ ഇന്നലെ മുതൽ കാണാനില്ല എന്ന് ഒരു കംപ്ലൈന്റ് കൊടുത്തു. ഉടൻ തന്നെ പോലീസ് ഇവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നു. അവർക്ക് മണിക്കൂറുകൾക്ക് മുൻപ് ലഭിച്ച ഡെഡ് ബോഡി കാണിച്ചുകൊണ്ട് ഇത് നിങ്ങളുടെ മകനാണോ എന്ന് ചോദിച്ചു. അവരും ആ ഡെഡ് ബോഡി കണ്ട ഉടനെ മനോജ് താക്കൂറിന്റെ അച്ഛൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ഇത് എന്റെ മകനാണ് എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഉടൻ തന്നെ പോലീസ് മനോജ് താക്കൂറിന്റെ സഹോദരങ്ങൾ, ബന്ധുക്കൾ എല്ലാവരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇതിനിടയിൽ അയാൾ മരിച്ചു, അതും കൊല്ലപ്പെട്ടു എന്ന വിവരം ആ പ്രദേശം മുഴുവനും പടരാൻ തുടങ്ങി. എല്ലാവരും ആശുപത്രിക്ക് മുൻപിൽ തടിച്ചുകൂടാൻ തുടങ്ങി. ഇങ്ങനെ എല്ലാവരെയും ചോദ്യം ചെയ്തപ്പോൾ മനോജ് താക്കൂറിന്റെ സഹോദരി മകനായ ധരം സിംഗിന്റെ പേരായിരുന്നു ആവർത്തിച്ചു വന്നത്. ഉടൻ തന്നെ പോലീസ് അവനെ വിളിച്ച് കാര്യം ചോദിച്ചു. എന്നാൽ മനോജ് താക്കൂറിന്റെ കുടുംബത്തോട് അവൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് പോലീസിനോടും പറഞ്ഞത്. പോലീസിന് ധരം സിംഗിനോട് യാതൊരു സംശയവും വന്നില്ല. അവൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മനോജ് താക്കൂറിന്റെ കൂടെ അവസാനമായി മദ്യപിച്ച സുഹൃത്തുക്കളെ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ സുഹൃത്തുക്കളെ കണ്ടെത്തി പോലീസ് ചോദ്യം ചെയ്തു. പക്ഷേ ധരം സിംഗ് പറയുന്നത് പോലെ അവൻ വീട്ടിലേക്ക് പോയതിനു ശേഷം മനോജ് താക്കൂറിന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല. ഉടൻ തന്നെ പോലീസ് ആ മദ്യക്കടയിൽ ചെന്ന് അവിടെ ജോലി ചെയ്യുന്നവരോട് ചോദിച്ചു. അവരും അതേ കാര്യം പറഞ്ഞു. അതെ, ധരം സിംഗ്, മനോജ് താക്കൂർ ഇവർ രണ്ടുപേരും എല്ലാ ദിവസവും ഇവിടെ വരും, മദ്യപിക്കും. ഞങ്ങൾക്ക് രണ്ടുപേരെയും നന്നായി തന്നെ അറിയാം. ഇന്നലെയും രണ്ടുപേരും വന്നിരുന്നു, മദ്യപിച്ചിരുന്നു. ഏകദേശം 8-8:30 ആയിട്ടുണ്ടാകും. ഒരു ബില്ലടയ്ക്കുന്ന കാര്യത്തിൽ രണ്ടുപേർക്കുമിടയിൽ എന്തോ ഒരു വാക്ക് തർക്കമുണ്ടായി. രണ്ടുപേരും എന്തൊക്കെയോ മാറി മാറി പറയുന്നത് ഞങ്ങൾ കണ്ടിരുന്നു. എന്നാൽ അതിനുശേഷം രണ്ടുപേരും ഒരുമിച്ച് തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇതല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്നും അവർ പറഞ്ഞു. ഇപ്പോഴാണ് അടുത്ത പോലീസ് ഇതിനെക്കുറിച്ച് ധരം സിംഗിനോട് ചോദിച്ചു. അവൻ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല. അദ്ദേഹത്തിന് മദ്യം തലയ്ക്ക് കയറി എന്തൊക്കെയോ പിറുപിറുത്തു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചുവെന്നും പറഞ്ഞു. ഇപ്പോഴും പോലീസിന് ധരം സിംഗിനോട് യാതൊരു സംശയവും വന്നില്ല. ഇതിനിടയിൽ അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിയുകയും ശരീരം കുടുംബത്തെ ഏൽപ്പിച്ചു. അവസാനത്തെ ചടങ്ങുകൾക്കായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നു. എന്നാൽ അപ്പോഴും ആരാണ് ഈ കൊലപാതകം ചെയ്തത് എന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് പോലീസ് തീരുമാനിച്ചത് സാക്ഷികൾ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവസാനമായി മനോജ് താക്കൂറിനെ കണ്ടത് ധരം സിംഗ് ആണ്. അതുകൊണ്ട് അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഒന്നുകൂടെ ചോദ്യം ചെയ്യാം. അങ്ങനെ അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അവനെ ചോദ്യം ചെയ്തു.
അവൻ മുൻപ് എന്താണോ പറഞ്ഞത് അത് തന്നെ ഇപ്പോ ആവർത്തിച്ച് പറയാൻ തുടങ്ങി. ഈ ചെറിയ പയ്യൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാകില്ല എന്നാണ് പോലീസ് ചിന്തിച്ചത്. ആ സമയം ആ സ്റ്റേഷന്റെ ഇൻചാർജായ അഭിഷേക് പയാസിങ്ങിന് ഒരു സംശയം വന്നു. ഇവർ പോലീസുകാരെല്ലാം ധരം സിംഗിനെ ചോദ്യം ചെയ്ത് അവനെ ഒരു മൂലക്കിരുത്തിയിരുന്നു. ഒരല്പസമയമായി അഭിഷേക് പയാസിംഗ് അവനെ നോക്കുന്നുണ്ടായിരുന്നു. അവനെ ചുറ്റി വല്ലാതെ ഈച്ച പറക്കുന്നുണ്ട്. ആരംഭത്തിൽ അദ്ദേഹം ഇത് വലിയ കാര്യമായി എടുത്തില്ല. എങ്കിലും അദ്ദേഹം ഈ കേസിനെ കുറിച്ച് ഓരോന്നായി ചിന്തിക്കാൻ തുടങ്ങി. പോലീസിന് ആരെയും സംശയമില്ല. കൊല്ലപ്പെട്ട മനോജ് താക്കൂറിന്റെ കൂടെ അവസാനമായി ഉണ്ടായിരുന്നത് ഈ ധരം സിംഗ് ആണ്. ഇങ്ങനെ ഓരോ കാര്യമായി മനസ്സിൽ വന്നുപോയി. അങ്ങനെ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവന് ചുറ്റും ഈച്ചകൾ പറക്കുന്നതും ശ്രദ്ധിച്ചത്. ധരം സിംഗും ഈച്ചയെ മാറ്റാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇത് കണ്ട അഭിഷേകിന് ഒരു ചെറിയ ചിന്ത വരുന്നു. കോൺസ്റ്റബിളിനോട് പറഞ്ഞ് വരാൻ പറഞ്ഞു. അവൻ വന്ന ഉടനെ അവന്റെ ഷർട്ട് മാറ്റാൻ ആവശ്യപ്പെട്ടു. അവനും എന്താണെന്നൊന്നും ചോദിക്കാതെ ഷർട്ട് മാറ്റി. ആ ഷർട്ട് അങ്ങനെ ഒരു കവറിലാക്കുകയും ലാബിലേക്ക് അയച്ച് ടെസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ധരം സിംഗ് അവൻ ഇരുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും ചെന്നിരുന്നു. അടുത്ത 1-2 മണിക്കൂറുകൾക്ക് ശേഷം ലാബ് റിപ്പോർട്ട് വരുന്നു. ആ റിപ്പോർട്ടായിരുന്നു പോലീസുകാരെ എല്ലാം ഒന്നടങ്കം ഞെട്ടിപ്പിച്ചത്. അതിൽ പറഞ്ഞത് അവന്റെ ഷർട്ടിൽ മനുഷ്യ രക്തത്തിന്റെ തുള്ളികൾ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ തുള്ളികളായിരുന്നു. മനുഷ്യന്റെ കണ്ണുകൾക്ക് അതൊരിക്കലും കാണാൻ സാധിക്കില്ല. എന്നാൽ അങ്ങനെ ഉള്ളത് കൊണ്ടായിരുന്നു അവനെ ചുറ്റും ഈച്ചകൾ പറക്കാൻ കാരണം. ഉടൻ തന്നെ ധരം സിംഗിനെ വിളിച്ച് പോലീസുകാർ അവരുടേതായ രീതിയിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്നാൽ അപ്പോഴും അവൻ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങി. മറ്റു മാർഗമില്ലാത്ത പോലീസുകാരും അവരുടെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് എല്ലാം പുറത്തെടുത്തു. അല്പസമയം അതെല്ലാം അവൻ എങ്ങനെയൊക്കെയോ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഒരു ഘട്ടത്തിൽ അവനെ കൊണ്ട് താങ്ങാനായില്ല. അങ്ങനെ അവൻ സത്യം പറയാൻ തുടങ്ങി. അതെ, എപ്പോഴത്തെയും പോലെ ഞങ്ങൾ ജോലിക്ക് പോയി. ജോലി കഴിഞ്ഞ് വൈകുന്നേരം മദ്യപിക്കാനും പോയി. മദ്യം കഴിച്ച് അവസാനം ബില്ലടയ്ക്കാൻ പോയപ്പോൾ ഞാൻ ഒരു എമൗണ്ട് കൊടുത്തു. മനോജ് താക്കൂറും ഒരു എമൗണ്ട് നൽകി. പക്ഷെ അത് തികയില്ലായിരുന്നു. അതിനാൽ എന്നോട് വീണ്ടും പണം വയ്ക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ ഒരല്പം മാത്രമേ മദ്യപിച്ചുള്ളൂ. അതിനാൽ വീണ്ടും പണം നൽകാൻ ഞാൻ വിസമ്മതിച്ചു. എനിക്ക് തരാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. പക്ഷെ ഇതൊരു വഴക്കിന് കാരണമായി. ആ കടയിൽ വെച്ച് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു വലിയ തർക്കമുണ്ടായി. ഒരു ഘട്ടത്തിൽ മനോജ് താക്കൂർ എന്നെ അടിക്കുകയും ചെയ്തു. എങ്കിൽ പോലും ഞാൻ അത് അവിടെ വെച്ച് വലിയ കാര്യം ആക്കണ്ട എന്ന് കരുതി അദ്ദേഹവുമായി ഞാൻ തിരികെ കടയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ വഴിമധ്യേ തന്നെ ബാക്കി ഉണ്ടായിരുന്ന മദ്യം കൂടെ കുടിക്കാമോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. അങ്ങനെ ഒരു അല്പദൂരം നടന്ന് അരികിലുണ്ടായിരുന്ന ഒരു പരുത്തിക്കാട്ടിൽ ചെന്നിരുന്നു. അവിടെ ഇരുന്ന് രണ്ടുപേരും വീണ്ടും മദ്യപിക്കാൻ തുടങ്ങി. എന്നാൽ അപ്പോഴും അദ്ദേഹം പണത്തിന്റെ കാര്യം വീണ്ടും തുടങ്ങി. ഇന്ന് വാങ്ങിയ മദ്യത്തിന് നീ നിന്റെ ഷെയർ നൽകിയില്ല, നീ എന്നെ പറ്റിക്കുകയാണ് എന്ന് പറഞ്ഞ് പല കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഞാനും എന്തൊക്കെയോ പറയാൻ നോക്കി. പക്ഷേ അദ്ദേഹം അത് കേൾക്കാനേ തയ്യാറായില്ല. അല്പസമയത്തിൽ അദ്ദേഹം വീണ്ടും എന്നെ നല്ല രീതിയിൽ മർദ്ദിക്കാൻ തുടങ്ങി. എനിക്കും ദേഷ്യമടക്കാനായില്ല. കൂലിപ്പണിക്കായി കൊണ്ടുപോയ ഒരു ഇരുമ്പ് കമ്പി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത് വെച്ച് ഞാൻ അയാളുടെ തലയിൽ തന്നെ അടിച്ചു. ആദ്യ അടിയിൽ തന്നെ അയാൾ താഴേക്ക് വീണു. അപ്പോഴും എൻ്റെ ദേഷ്യം അവസാനിച്ചില്ല. എന്നെ അടിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഉള്ളത് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ആ ഇരുമ്പ് കമ്പി വെച്ച് അയാൾ അടിക്കാനും കുത്താനും തുടങ്ങി. ഒരു ഘട്ടത്തിൽ അയാൾ മരിച്ചുവെന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ അവിടെ നിന്നും പോവുകയും ചെയ്തു. അവന്റെ മൊഴി കേട്ട് ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ആർക്കും അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. കേവലം മദ്യം വാങ്ങി കഴിച്ച് അതിന്റെ ബില്ല് അടയ്ക്കുന്നതിലുണ്ടായ ചെറിയൊരു തകരാറിൽ ഒരു കൊലപാതകം തന്നെ നടത്തി. അതും 19 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി. ഒരു മനുഷ്യന്റെ ദേഷ്യവും വാശിയും തീർച്ചയായും അവനെ അപകടത്തിലേക്ക് തന്നെ നയിക്കും. അതുകൂടാതെ ഈ കേസിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മദ്യം കുടിക്കുന്നവൻ ആരായാലും അവന് സ്വബോധം നഷ്ടപ്പെടും. മനോജ് താക്കൂർ സ്വബോധമില്ലാതെ ബില്ലടക്കുന്നതിനെ കുറിച്ച് പലതും പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന ധരം സിംഗ് അവനും മദ്യപിച്ചിട്ടുണ്ട്, അവനും സ്വബോധമില്ല. ദേഷ്യമടക്കാനാകാതെ അവൻ അയാളെ കൊന്നു. അപ്പോ ഇവിടെ വില്ലനായി മാറുന്നത് മദ്യമാണ്. മദ്യം ഒരു മനുഷ്യനെ അവൻ പോലും അറിയാതെ ആപത്തിലേക്ക് നയിക്കും. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.